ഇവർ വിവാഹിതരായൽ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അജയ് അഞ്ജനയിൽ നിന്ന് എങ്ങനെയും ഒഴിയണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നുണ്ട്. എനിക്ക് തീരുമാനം എടുക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്, എനിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരേ ഒരു ബുദ്ധിയെ എനിക്ക് പ്രയോഗിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആൾറെഡി ചോദിക്കുക, എന്താ കാര്യം? ഇതാ വരുന്നില്ലേ ഭൂമി, ഇനി അവിടെ നിന്ന എൻ്റെ ജീവിതം തന്നെ തുടങ്ങാൻ പോകുന്നത്, ഒരു മാറ്റം സംഭവിക്കാൻ തന്നെ പോകുന്നത് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ നിന്ന് ചായ കുടിക്കുന്ന സമയത്ത് വരെ പറയുന്നുണ്ട് അജയ്, എന്തായാലും എനിക്ക് ഈ ചായ വളരെ ഇഷ്ടമായി, അതുപോലെ തന്നെ തന്നെയും എന്നൊക്കെ പറഞ്ഞത് കേട്ട് നേരത്തെ തന്നെ ഭൂമി എന്താ ഇങ്ങനെ അജയ് സാർ പറഞ്ഞതെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിന്റെ ഒരു വശമായി മാറിയിരിക്കുക ഇപ്പോൾ ഭൂമി. എനിക്ക് അഞ്ജനയിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിയണം, അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഒരു ഉത്തരം എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെയും ഭൂമിയെ കല്യാണം കഴിക്കണം, എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ഒരു മോചനം എനിക്ക് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് അത്ര പ്രയാസമൊന്നുമല്ല, നിനക്ക് കല്യാണം എല്ലാം ഉറപ്പിച്ചിട്ട് ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞിരിക്കുക. അതിൻ്റെ അടുത്ത് ആ സമയത്ത് എൻ്റെ അടുത്ത് ഫോട്ടോഗ്രാഫർ അന്ന് പറയുകയും ചെയ്തിരുന്നു, എല്ലായിടത്തും കല്യാണത്തിന് ഫോട്ടോഷൂട്ടിന് പോകുന്ന സമയത്ത് നല്ല സന്തോഷത്തിലും ആയിട്ട് എല്ലാവരെയും കണ്ടിട്ടുള്ളൂ, പക്ഷേ ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഒരു ദുഃഖിച്ച് നിൽക്കുന്നത് കാണുന്നത്. എന്നാൽ പെണ്ണാണെങ്കിൽ വളരെ സന്തോഷത്തോടെ കൈ പിടിച്ച് നിന്നിട്ട് പോലും ഫോട്ടോയ്ക്ക് നേരെ നിന്നില്ല എന്നൊക്കെ പറഞ്ഞെന്ന് ആൽഫ്രഡ് പറയുന്നുണ്ട്. അതിന് ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ അവരെ അംഗീകരിച്ച് അവരോടത്ത് ഫോട്ടോ എടുക്കാൻ തന്നെ നിൽക്കാൻ തോന്നുള്ളൂ. എനിക്ക് അതുപോലും തോന്നിയില്ല, എനിക്ക് അവളെ ചിരി കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോന്നില്ലാത്ത പേടിയാ തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആൽഫ്രഡ് ഇത് കേട്ട് നിന്നുകൊണ്ട് എന്നെ പറയുക, എന്തായാലും ഇത് ഭൂമിയെടുത്ത് സംസാരിക്കണം, പക്ഷെ യഥാർത്ഥമല്ല, അത് നീ മനസ്സിലാക്കണം എന്ന് അജയ് പറയുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നിനക്ക് അവളെ ഇഷ്ടമാണെന്ന്. എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാ, പക്ഷേ ആ രീതിയിൽ അല്ല ഞാൻ പറയുന്ന ഒരു അഭിനയം. എങ്കിൽ മാത്രമേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഭൂമിയെ എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, മുത്തശ്ശിക്കും സത്യനാഥ് അങ്കിളിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വഴി സ്വീകരിക്കാൻ തയ്യാറായതും. അത് പക്ഷെ ഭൂമിയെ കൊണ്ട് സമ്മതിക്കുക എന്നുള്ളത് നിന്റെ ഒരു കടമയാ, നിനക്ക് അതിന് കഴിയും. നീ അത് വക്കീലിന്റെ ഒരു ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവൾക്ക്. അതിനുവേണ്ടിയാ ഞാൻ നിന്നെ വിളിപ്പിച്ചത് എന്നൊക്കെ ആൽഫ്രഡിന്റെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് പറയുക അജയുടെ അടുത്ത്, എന്തായാലും നീ പറഞ്ഞ കാര്യം ഞാൻ സമ്മതിക്കുന്നുണ്ട്, പറഞ്ഞു നോക്കാം, പക്ഷെ ഒരു ഡിമാൻഡ് കൂടെ വെക്കാം. എന്താ ഡിമാൻഡ്? അവളുടെ അമ്മയെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കണം, പക്ഷേ കേസ് പറയണമെങ്കിൽ തന്നെ ഒരു വലിയ തുക വേണ്ടി വരും. അതിനുവേണ്ടി നീ സഹായിക്കാം എന്നൊക്കെ ഞാനൊരു ഓഫറും കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല എത്ര രൂപ വേണമെങ്കിലും അവൻ ചോദിച്ചാൽ തരുമെന്ന് കൂടെ പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് രീതിയിൽ പറഞ്ഞിരുന്നാലും ശരി തന്നെ, എനിക്ക് ആൻസർ യെസ് എന്നായിരിക്കണം, അത് നീ നടപ്പിലാക്കണം എന്നൊക്കെ ആൽഫ്രഡിന്റെ അടുത്ത് അജി പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് തന്നെ ആൽഫ്രഡ് പറയുന്നുണ്ട്, എനിക്കറിയാം നിനക്ക് വെറുതെ ഒരു അഭിനയം മാത്രമല്ല, അവളെ പൂർണ്ണമായിട്ട് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായതാ. അതുകൊണ്ടല്ലേ നീ അന്ന് പൂവൊക്കെ കൊടുത്തത് അവക്ക്. ഞാൻ നോക്കി നിൽക്കേ, അത് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷെ നല്ല കുട്ടിയാ. എന്ത് പറയാനാ, ഇത് നമ്മളെ കെട്ടുന്ന ഏതൊരു പയ്യനും നല്ലൊരു എന്താ പറയുക, നല്ലൊരു ജീവിതമായിരിക്കും എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ എന്നൊക്കെ അജയ് പറയുന്നുണ്ട്. എന്തായാലും ഇത് റിയൽ ആവാൻ ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ ആൽഫ്രഡ് പറയുന്നുണ്ട്. ആ സമയത്ത് ഒന്നും മിണ്ടാതെ തന്നെ അജയ് നിൽപ്പുന്നുണ്ട്. എന്നാൽ അജയ്ക്ക് ഇപ്പോഴും തന്റെ കാമുകിയോടത്ത് ആ ഒരു എൻഗേജ്മെന്റ് സമയവും മോതിരം മാറിയതും അതെല്ലാം ഇപ്പോഴും മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും മറക്കാതെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ആരെയും അംഗീകരിക്കാൻ ഇപ്പോൾ അജയ്ക്ക് കഴിയുന്നില്ല എന്നൊക്കെ അജയ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഭൂമിയായിട്ട് എന്തോ ഒരു ബന്ധം തനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഭൂമിയെ തന്നെ ഞാൻ ഇതിനു വേണ്ടി കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ച ഒരു ഓപ്ഷനിൽ ആദ്യം ഞാൻ എടുത്തത് ഭൂമിയെ തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിന്റെ സെലക്ഷൻ മോശമൊന്നുമല്ല, വീട്ടുകാർ അംഗീകരിക്കുന്ന ഒരു കുട്ടി തന്നെയാ, പക്ഷേ അതിന് വലിയ തടസ്സങ്ങളുണ്ട്. ഇത് ഭവാനി ആന്റി അറിഞ്ഞാലുള്ള കാര്യം നിനക്കറിയാലോ, അവളെ ഒന്ന് വെച്ച് കൊന്നുകളയും, അതാ സ്വഭാവം. അതുമാത്രമല്ല അഞ്ജനയ്ക്ക് അറിയാം ഞാനാണെങ്കിൽ അവളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നതും, അതുമാത്രമല്ല അവളെ നിന്ന് ചായ വാങ്ങിച്ച് കുടിക്കുന്നതും അവളുടെ സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല അഞ്ജനയ്ക്ക്. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടാ ഈ വഴി തന്നെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ തയ്യാറെടുത്തത് എന്നൊക്കെ അജയ് പറയുന്നുണ്ട്. എന്തായാലും നീ പറഞ്ഞ കാര്യം
ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ, ഇപ്പോൾ തന്നെ പോയി പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭൂമിയെ കാണുന്നുണ്ട്. ഭൂമിയെ കണ്ട് ആൽഫ്രഡ് പറയുകയാണ്, അജയ് ഒരു കാര്യം എന്നെ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ കാര്യം? അത് അവന്റെ കല്യാണക്കാര്യം തന്നെ. അവന്റെ എന്താ കല്യാണത്തിന് എല്ലാം കഴിഞ്ഞതാണല്ലോ, എൻഗേജ്മെന്റ് ഒക്കെ ആയി, എന്തൊക്കെ ഞാൻ അറിഞ്ഞതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അവനിഷ്ടം പക്ഷേ തന്നെയാ, അതുകൊണ്ട് എന്നെയോ അതെന്താ അങ്ങനെ കളിയാക്കിയാണോ സാറും കൂടെ കൂട്ടുനിന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭൂമി. ഇല്ല, ഞാൻ കാര്യ പറയുന്നത്, പക്ഷേ ഒരു അഭിനയത്തിന് വേണ്ടിയാ നിന്നെ വിളിക്കുന്നത്. അജയ് പറഞ്ഞിട്ട് നിന്റെ അമ്മയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനും എത്ര രൂപ വേണമെങ്കിലും സഹായിക്കും, അതിന് വരുന്ന ചെലവ് മൊത്തം അവൻ നിർവഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നീ ഇതിന് സമ്മതിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്കതിന് കഴിയില്ല. എൻ്റെ അച്ഛൻ്റെ ആത്മാവ് അതൊന്നും പൊറുക്കത്തില്ല. അതുമാത്രമല്ല, എൻ്റെ അമ്മയാണെങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ തടസ്സവും നിൽക്കാൻ പോകുന്നത് എനിക്കത് ഉറപ്പാ. ഏത് രീതിയിലും നേരെ മാർഗത്തിൽ കൂടി മുന്നോട്ട് ഇറക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഇതെനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിന്റെ ഒറ്റയ്ക്കുള്ള ഇപ്പോഴത്തെ ജീവിതവും അത് മാത്രമല്ല, ശത്രുക്കളുടെ എണ്ണം കൂടുതലാ. ഏത് നിമിഷവും ഏത് രീതിയിലും കൊല്ലപ്പെടും എന്ന അവസ്ഥയിലാ ഇപ്പോൾ ഉള്ളത്. അറിയാലോ, ഒരിക്കൽ അങ്കിൾ വന്ന് രക്ഷപ്പെടുത്തിയതാ. എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്, അജയ് എന്നെ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് നിനക്കൊരു നല്ലൊരു ഓപ്ഷനാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ സമ്മതിക്കുന്നതാണ്. നിന്റെ അമ്മയെ ഞാൻ ഇറക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ പറയുക, എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പോലും എനിക്ക് പറയാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് എനിക്ക് ഇതിനോട് താല്പര്യമില്ല തന്നെ എന്നെ പറയാം. പക്ഷേ മുത്തശ്ശിയെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നല്ല സ്നേഹമുള്ളതാ. അതൊക്കെ ഇനി അത് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അതും ആലോചിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അജയ് പറയുന്നുണ്ട് ആൽഫ്രഡിന്റെ അടുത്ത്, എന്തായാലും നീ അവളുടെ അടുത്ത് സംസാരിച്ചോ? ആ സമയത്ത് പറയുക ആൽഫ്രഡ്, ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് ഒരു താല്പര്യവുമില്ല അവക്ക്. എന്തായാലും എന്ത് ചെയ്യാനാ, നമുക്ക് വഴിയുണ്ടാക്കാം. അവൾ തന്നെ ഇങ്ങോട്ട് പറയും, എനിക്കത് ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നീ തന്നെ പോയി സംസാരിക്കുന്നത് ഏറ്റവും നല്ലത് എന്ന് അജയുടെ അടുത്ത് പറയുന്നുണ്ട് ആൽഫ്രഡ്. അത് ഞാൻ നോക്കാം, പറഞ്ഞു നോക്കാം എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അജയ് വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഭവാനിയും അതുപോലെ തന്നെ അഞ്ജനയും പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്താ അജയ് താമസിച്ചത്? ഇനി എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയണം. എവിടെ പോകണം, എന്ത് ചെയ്യുന്നു എല്ലാം. എന്തു വെച്ചാൽ ഞങ്ങളുടെ കല്യാണത്തിന്റെ പകുതി കഴിഞ്ഞിരിക്കുക. ഇനി കല്യാണം മാത്രമേ ഉള്ളൂ. എൻഗേജ്മെന്റ് എന്ന് വെച്ചാൽ പകുതി കല്യാണം കഴിഞ്ഞെന്നാ മനസ്സിലായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഭവാനി. ഇതൊന്നും കേൾക്കാത്ത പെട്ടെന്ന് എനിക്ക് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് അഞ്ജനെടുത്ത് പറയുന്നുണ്ട് ഭവാനി, എന്തായാലും അവൻ്റെ ആ മനസ്സിൽ ഇപ്പോഴും അത് തന്നെയാ, ഭൂമി തന്നെയാ. അത് മാത്രമല്ല, വേറൊരു കാമുകിയുണ്ടല്ലോ. ഇതിൽ രണ്ടുപേരിലും ആരോ ഒരാൾ തന്നെ അവൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്ന് അവൻ ഉറപ്പിച്ചു പോയതുപോലെയാണ് പോകുന്നത്. എന്തായാലും നിനക്ക് ഒരു സ്ഥാനവുമില്ല അവൻ്റെ മനസ്സിൽ. എല്ലാവരും മുമ്പ് വെച്ച് എൻഗേജ്മെൻറ്റ് സമ്മതിച്ച് തന്നെ എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യണം. ഏത് വിധേനയും ഇവനെ നിന്റെ കഴുത്തിൽ താലി കെട്ടിപ്പിക്കണം. എന്നിട്ട് ഇവിടെ ഓരോ ചലനവും നടക്കേണ്ടത് നീ പറഞ്ഞിട്ടാവണം. അതായിരിക്കണം ഈ വീട്ടിൽ നടക്കേണ്ടത്. മനസ്സിലായല്ലോ? അത് നിന്റെ കയ്യിലായിരിക്കുന്നത്. അവനെ നേരായ വഴിയിലോട്ട്, ഞങ്ങളുടെ വഴിയിൽ കൊണ്ടുവരിക. മനസ്സിലായല്ലോ എന്നൊക്കെ വീണ്ടും പറയുന്നുണ്ട്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അജയ് ഒരു തരത്തിലും പിടി തരുന്നില്ലല്ലോ. ഞാൻ എത്ര സ്നേഹിച്ചിട്ടാലും എൻ്റെ അടുത്ത് തിരിച്ച് ഒരു സ്നേഹം പോലും കാണിക്കുന്നില്ല. അത് എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറയുന്നുണ്ട് അഞ്ജന. അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഭൂമി മനസ്സിലുള്ളപ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാം അവന് ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അത് തന്നെ അവളും അച്യുതനും ഈ നാട്ടിൽ എത്തിയത് മുതൽ നമ്മുടെ കഷ്ടകാലം തുടങ്ങിയതാ. അവനെ കൊന്നെങ്കിലും ഇപ്പോൾ ഒരാളുണ്ടല്ലോ, അതിനെ എങ്ങനെയും നശിപ്പിക്കണം. അവനാണെങ്കിൽ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല. ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ച് ആ കൊട്ടേഷൻ ഒന്ന് കൊടുത്ത് ഇവളെ ഒന്ന് കൊല്ലണം. അത് തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ട് ഭവാനി. അങ്ങനെ അജയിനെയും എല്ലാവരെയും ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മുത്തശ്ശി വിളിക്കുന്നുണ്ട്. വന്നിട്ടും എൻ്റെ അടുത്ത് അല്ലെങ്കിൽ സംസാരിക്കാനും ഒക്കെ വരുന്നതാ. ഇപ്പോൾ കുറേ നാളുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നതേ ഇല്ല, ഒളിച്ചു മാറി നടക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അജയെ വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അജയുടെ അച്ഛൻ്റെ അടുത്ത്. അങ്ങനെ വിളിച്ചുകൊണ്ട് വരികയും അജയ് പറയുന്നുണ്ട്, മുത്തശ്ശി
എനിക്ക് ഇപ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടതില്ലേ, ഇനി എന്താ പറയേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി ഒന്നും അറിയണ്ട, ഇനി കല്യാണം നീ നിന്ന് തന്നാൽ മതി, നമ്മൾ നല്ലൊരു ആഘോഷ രീതിയിൽ നടത്തും, അത് എന്നെ എൻ്റെ തീരുമാനം. മുത്തശ്ശി ഒന്ന് ഓർമ്മിക്കണം, എനിക്കത് ഇഷ്ടമല്ല, ഈ അഞ്ജനെ കല്യാണം കഴിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ നീ ആരെ കല്യാണം കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് മുന്നിൽ മിണ്ടാതെ നിന്നിട്ട് ഉടനെ ഒരു ഉത്തരം എല്ലാവരും മുന്നിൽ വെച്ച് നൽകുന്നുണ്ട്. ഭൂമി, എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ഭൂമിയാണ്. അവൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പാടുള്ളൂ. അത് എല്ലാവരും കൂടെ നടത്തി തരണം, അതാ എൻ്റെ തീരുമാനം മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്ത് പറയണമെന്ന് അറിയാതെ തന്നെ.